എല്ലാവർക്കും നമസ്കാരം. നല്ല ടേസ്റ്റിയായ അയിലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അയില വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയിലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചേർക്കുക. ഒരു ചെറിയ സവാള, 5 ചെറിയ ഉള്ളിയും ഒരു 5 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് വഴറ്റിയെടുക്കുക. 1 ഇഞ്ച് നീളത്തിലും കുറച്ച് കൂടുതൽ ഇഞ്ചി ചേർക്കുക. നന്നായി വഴറ്റി ഒരു വലിയ തക്കാളി ചേർക്കുക. പിന്നെ വലുപ്പത്തിലും കുറച്ച് കൂടുതൽ പുളി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. നന്നായി കുതിരാൻ വയ്ക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വറുക്കുക. മസാല നന്നായി വഴറ്റിയെടുത്തു. ചൂടാറിയതിന് ശേഷം നമുക്കിതൊക്കെ അരച്ചെടുക്കാം. ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളവും മിക്സിയിൽ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ ചൂടുള്ളതുകൊണ്ട് 2 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. മസാല വറുത്ത അതേ ചട്ടിയിൽ തന്നെ അരച്ചെടുത്ത മസാല ഒക്കെ ചേർക്കുക. വെള്ളത്തിലിട്ട പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർക്കുക. നമുക്കിത് ഇനി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ മത്സ്യ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഉപ്പായാലും സാരമില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ മത്സ്യമൊക്കെ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. കറി റെഡിയായി. ഇതിലേക്ക് ഒരു കറിവേപ്പില ഇടുക. അതിന് ശേഷം ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അയിലക്കറി റെഡിയായി.